ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴായിരുന്നു കേരളത്തിലെ റേഡിയോ മാംഗോ ഒക്കെ ആയിട്ട് FM സ്റ്റാർട്ട് ചെയ്തത്. റേഡിയോ മാംഗോ ഉണ്ടായിരുന്നു, ക്ലബ് FM ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറ് സാധാരണ എനിക്ക് റേഡിയോ ജോക്കി ആവണം എന്നായിരുന്നു. പക്ഷെ പിന്നെ അതിനൊരു ഒരു വഴിത്തിരിവുണ്ടായത് ഞാൻ 8th പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിന് പുറത്ത് നമ്മൾ സ്കൂൾ വിട്ട് ബസ് കയറാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ആ ലീഫ്ലെറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു പുതിയൊരു കോഴ്സ് കൊമേഴ്സ് മേഖലയിൽ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ ലീഫ്ലെറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിന്റെ കുന്നംകുളത്ത് അവരൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്കൂളുകളിലൊക്കെ അവർ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിരുന്നു. അപ്പം ആ ഡിസ്ട്രിബ്യൂട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചത്, ഒന്ന് നല്ല രീതിയിലുള്ള ശമ്പളം സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ നമ്മൾ ജോലി കയറുന്ന സമയത്ത് തന്നെ ഫ്രഷേഴ്സിന് തന്നെ ഒരു 5 ശമ്പളം അതിനകത്ത് അവര് വാഗ്ദാനം ചെയ്തിരുന്നു. 5 അല്ല കേട്ടോ, 6 ശമ്പളം അവർ വാഗ്ദാനം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ കോഴ്സുകൾക്ക് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ തന്നെ കൂട്ടുകാർ ഒരുപാട് പേര് ആ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലും തൃശ്ശൂരും പാലയിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ആ സമയത്ത് അവർ കോച്ചിങ്ങിന് പോയിരുന്നു. അപ്പോൾ അവരെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. എത്ര മികച്ച റാങ്ക് നമുക്ക് കിട്ടുന്നോ അവർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് സംബന്ധിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് അങ്ങനെ മത്സരബുദ്ധിയുടെ ആവശ്യമില്ല. കാരണം 50% അബവ് മാർക്ക് സ്കോർ ചെയ്ത എല്ലാവരും എൻട്രൻസ് ക്ലിയർ ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ഒരു കോളേജിൽ സീറ്റിന്റെ ആവശ്യമില്ല. ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലാണ് നമ്മുടെ കരിക്കുലം കാര്യങ്ങളെല്ലാം വരുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അങ്ങനെയെല്ലാം വന്നപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ കോഴ്സ് പഠിക്കുന്നതിനുള്ള ചെലവ്. അപ്പൊ അന്നത്തെ സമയത്ത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു എമൗണ്ട് ഫീസായിട്ടും അതിന്റെ അനുബന്ധ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതേസമയം നമുക്ക് ഈ കോഴ്സിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ അതിനെ നല്ല വല്ലാത്ത രീതിയിൽ കൊമേഴ്സ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോച്ചിങ് സെന്റേഴ്സ് ആണ് അതെല്ലാം ചെയ്യുന്നത്. അതേസമയം കോറായിട്ട് നമുക്ക് സബ്ജക്ട് പഠിച്ച് എക്സാം എഴുതി ക്ലിയർ ചെയ്ത് വരാനായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ആ ഒരു സമയത്ത് ആ സമയമാകുമ്പോഴേക്കും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു. പിന്നെ 10th റിസൾട്ട് വന്നു. 10th റിസൾട്ട് വന്ന സമയത്ത് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്. അപ്പം ആ ഒരു ചുറ്റുപാടിൽ നമുക്ക് ആ സമയത്ത് ഒരു കൊമേഴ്സ് സബ്ജക്റ്റിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്നോവേഷൻ ആയിരുന്നു ആ കാലത്ത്. ആ സമയത്ത് എനിക്കറിയാവുന്ന ചുറ്റുപാടിൽ എൻ്റെ ടീച്ചേഴ്സ് അടക്കം 10th എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അടക്കം പറഞ്ഞു സയൻസ് എടുക്കാലോ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതിലേക്ക് വേണേലും പിന്നീട് തിരിയാലോ, ഇപ്പൊ ഒരു 2 വർഷം എന്തായാലും സയൻസ് പഠിക്കൂ എന്നായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ സയൻസ് ഇഷ്ടമല്ലാതല്ല, പക്ഷെ കൊമേഴ്സ് വിഷയത്തോടും ഈ ഒരു കോഴ്സിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും അതിൽ പിന്നെ നമുക്ക് സയൻസ് വിഷയങ്ങൾ മാത്സ് മാത്രമാണ് നമ്മളുടെ ഒരു കൊമേഴ്സ് സബ്ജക്റ്റിൽ വരുന്നത്. അപ്പം ഞാൻ അത്തരത്തില് കൊമേഴ്സ് മാത്സിൽ കോമ്പിനേഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ തൃശ്ശൂർ വിവേകോദയം ബോയ്സ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം കൊമേഴ്സ് മാത്സ് സബ്ജക്ട് ചൂസ് ചെയ്ത് തൃശ്ശൂർ പോകാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ പുറത്തുള്ള പലരും പറഞ്ഞു സയൻസ് എടുക്കാമായിരുന്നു, സയൻസ് എടുത്ത ആ രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അപ്പൊ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരുമല്ലോ, ഞാൻ എടുത്തിരുന്ന സ്ട്രീം കറക്റ്റ് ആണോ, എന്റെ തീരുമാനം കറക്റ്റ് ആണോ എന്നൊരു സംശയം തോന്നുമായിരുന്നു. പക്ഷെ വൺസ് നമ്മള് പുതിയ സ്കൂളിൽ ചെന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 60 പേരിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 30 പേരും ഈ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രം കൊമേഴ്സ് മാത്സ് ബാച്ച് തെരഞ്ഞു പിടിച്ച് അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവരായിരുന്നു. അപ്പോ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു 10-30 പേര് ആ നാട്ടിലുണ്ട് എന്ന് അറിഞ്ഞപ്പോ അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൊമേഴ്സ് മാത്സ് പഠനം അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് പേര് CA കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു 60 പേരെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് CA കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് പേര് ഇൻ ബിറ്റ്വീൻ മറ്റ് സ്ട്രീമുകളിലേക്ക് അഡ്വക്കേറ്റ്സ് ആയിട്ടും പിന്നെ മറ്റ് ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ ആയിട്ട് മാറിപ്പോയവരുണ്ട്. അതേസമയം ഒരുപാട് പേർക്ക് അതിനകത്ത് ക്ലിയർ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം
അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ അതായിരുന്നു. അപ്പോൾ അതേസമയം തന്നെ ഞാനൊരു സ്ഥാപനത്തിൽ, കുന്നംകുളത്ത് തന്നെയുള്ള സ്ഥാപനത്തിൽ കോച്ചിങ്ങും എടുത്തിരുന്നു. പക്ഷെ അത് സാറ്റർഡേയ്സ് അല്ലെങ്കിൽ സൺഡേയ്സ് മാത്രമുള്ള ഒരു 2 hours ക്ലാസ് ആയിരുന്നു. പക്ഷെ എന്നെ പരീക്ഷ പാസ്സാവുന്നതിലേക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. കാരണം അവര് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാം വരുന്നതിന് ഒരു 2 മാസം മുമ്പ് തന്നെ നമ്മളെ കൊണ്ട് ഒരു 35 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യിപ്പിച്ചു. 35 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടാണ് നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻട്രൻസിന്റെ കാര്യം പറയുന്നത് കേട്ടോ. CA എന്നുള്ള കടമ്പയിലേക്ക് പിന്നെയും ഒരുപാട് എക്സാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻട്രൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് CA ഫൗണ്ടേഷൻ, ആ സമയത്ത് CPT എന്നായിരുന്നു എൻ്റെ പേര്, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതിൽ 50% സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. അപ്പൊ 35 പ്രാവശ്യം CPT എഴുതിയിട്ടാണ് ഞങ്ങൾ 36ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഫൈനൽ എക്സാം. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ഫിഗേഴ്സ് മാറിയാലും നമുക്ക് അറിയുന്ന പാറ്റേണുകളായിരുന്നു. അപ്പൊ അതെല്ലാം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എക്സാമിന് പോകുന്ന ഏത് ലെവൽ ഓഫ് എക്സാമിന് പോവുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും ആർട്ടിക്കിൾസിനോടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം നമ്മൾ ആൻസർ ചെയ്യുന്നു, അത് ആ കറക്റ്റ് എക്സാം കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് എക്സാമിൻ്റെതായിട്ടുള്ള സമയം എടുത്തുകൊണ്ട് സാധിക്കുമെങ്കിൽ എക്സാക്ട്ലി എപ്പോഴാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ആവുന്നത്. നോർമലി CPT എക്സാംസ് ആണെങ്കിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ടാവും. മറ്റേ ഇന്റർമീഡിയറ്റ് ഫൈനൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. 2 to 5 അല്ലെങ്കിൽ 1:30 to 4:30 ആ ടൈമിംഗ് ആയിരിക്കും. എക്സാക്ട്ലി ആ ടൈമിങ്ങിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ പേപ്പേഴ്സ് നമ്മൾ മോക്ക് ടെസ്റ്റ് പോലെ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ എക്സാമിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയല്ലാണ് പിന്നെയുള്ള കാര്യങ്ങൾ പോയത്. ഞാൻ വേറൊരു സന്ദർഭത്തിൽ അത് പറയാം. അപ്പം നമ്മൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത്, +2 സ്ട്രീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആളുകളാണോ നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് കൊമേഴ്സ് സബ്ജക്റ്റിനും കൊമേഴ്സ് സ്ട്രീമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഈ പേജുമായിട്ടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതേപോലെ ഞാൻ ഇങ്ങനെ ഒരു 30 ആളുടെയോ 60 ആളുടെ നടുക്ക് വന്നിരുന്നപ്പോഴാണ് നമ്മൾ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാക്സിമം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും അതിന് റെസ്പോണ്ട് ചെയ്യാം. നമുക്കത് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. താങ്ക് യു.